നടന്ന വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കീ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രഷറർ വാസ് ബറീഡ് ഡാഷ് ആൻ ഓക്ക് ട്രീ. ഓപ്ഷൻ സി, ബീനീത്ത്. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഫ്യൂ പീപ്പിൾ അത് നെഗറ്റീവാണ്. ഫ്യൂ എന്നൊരു വേർഡ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിനകത്ത് പോസിറ്റീവ് ആവും. പിന്നെ അണ്ടർസ്റ്റുഡ് എന്നൊരു ക്രിയയാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് അണ്ടർസ്റ്റുഡ് എന്ന ക്രിയ നമുക്ക് ഡിഡ് എന്ന് ചേർക്കാൻ പറ്റും. ഡിഡ് ദേ. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഡാഷ് ദ ഡോക്യുമെന്റ് ബിഫോർ സൈനിങ്. സൈൻ ചെയ്യുന്നതിന് മുന്നേ ആ ഡോക്യുമെന്റ് സൂക്ഷ്മമായിട്ട് അല്ലെ നല്ല ബ്രീഫ്ലി ആയിട്ട് അയാൾ നോക്കി എന്നാണ് അർത്ഥം വേണ്ടത്. ബ്രീഫ്ലി ആയിട്ട് ഒരു കാര്യം നോക്കുന്നതിന് നമ്മൾ ലുക്ക്ഡ് ഓവർ. എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ, ലുക്ക്ഡ് ഓവർ. 64, ഹി മെയ്ഡ് എ ഡാഷ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട് ലൗഡ്ലി ഡ്യൂറിങ് ദ സെറമണി. 64 ബി ആണ്, ഫോക്സ് പാസ്. ഫ്രഞ്ച്, ഇത് ഫ്രേസർ വെർബിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോക്സ് പാസ് എന്നാണ് അർത്ഥം. ഫോക്സ് പാസ് എന്നതിൻ്റെ മീനിങ് എംബ്രാസിങ്, അതുപോലെ ടോക്ലെസ് എന്നൊക്കെയാണ് അർത്ഥം. 65, ദ ടീച്ചർ മെയ്ഡ് ദം റൈറ്റ് ആൻ എസ്സേ. ഇത് റീഫ്രെയിംഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആക്റ്റീവ് തന്നിരിക്കുന്നത് പാസീവ് ആക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ആണ്, they were made to write an essay എന്നാണ് ഓപ്ഷൻ എ. 66, between you and dash this plane might fail. ആൻസർ ഓപ്ഷൻ സി ആണ്, മീ ആണ്. അതായത് വിറ്റ്വീൻ എന്നൊരു ഫ്രേസർ വെർബ് കഴിഞ്ഞ ശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് പ്രോണൗൺ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് 66 സി ആണ്, മീ ആണ് ഉപയോഗിക്കാൻ പറ്റും. 67, you dash understood it better if you had listened carefully. ഇവിടെ ഇഫ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എ, വുഡ് ഹാവ് എന്നാണ് ആൻസർ. അതായത് നമുക്ക് ഇഫ് യു ഹാഡ് ലിസൺഡ് എന്നാണ് വന്നത്. അപ്പോൾ ഹാഡ് ലിസൺ എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇതിൽ എന്ത് ചേർക്കാൻ പറ്റും, വുഡ് ഹാവ് പ്ലസ് V3 വരണ്ടേ. അപ്പോൾ വുഡ് ഹാവ് ആണ് വരേണ്ടത്. 68, ഹി ബോട്ട് ഡാഷ് ടോയ് ഫോർ ഹിസ് സൺ. ഇവിടെ UFO എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ UFO, യു എന്ന് ഉച്ചരിക്കുന്നത് നമുക്ക് വവൽ സൗണ്ടിലല്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം, എ UFO എന്ന് പറയും. 69, ദ ബൈക്കേഴ്സ് ഹാഡ് എ മൂൺലൈറ്റ് ഡാഷ് ബൈ റിവർ സൈഡ്. റെൻഡെക്സ് ബോക്സിൻ്റെ സ്പെല്ലിങ് കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. കൂടിച്ചേരൽ എന്നൊരു വേർഡ് ആണ് ഈ വേർഡിൻ്റെ മീനിങ്. ആൻസർ ഡി ആണ്, റെൻഡെക്സ് ബോക്സ്. 70ാമത്തെ, ദാറ്റ് ഡിസൈനർ ഡ്രസ് കോസ്റ്റ് ഹെർ ആൻ ആം ആൻഡ് എ ലെഗ് മീൻസ്. അപ്പം ആൻ ആൻഡ് ആം എ ലെഗ് എന്ന എൻ്റെ ഫ്രേസർ വെർബിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി എന്നാണ് അർത്ഥം. അപ്പം 70ാമത്തെ ആൻസർ ഓപ്ഷൻ ബി, ദ ഡ്രസ് ഈസ് എക്സ്ട്രീംലി കോസ്റ്റ്ലി.